ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്ക്കാൻ പോകുന്നത് ഒരു 3 പീസ് നൈറ്റിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 3 പീസ് നൈറ്റി എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് ഞാനൊരു പേപ്പറിലാണ് വെട്ടി കാണിക്കണേ. അത് കഴിഞ്ഞ് നമുക്ക് തുണിയിൽ വെട്ടിപ്പിടിക്കാം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടൊക്കെ തയ്ക്കാൻ നോക്കണവരൊക്കെ ആദ്യം ഇതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ പല പ്രാവശ്യം വെട്ടി പഠിച്ചിട്ട് തയ്ക്കുക. അങ്ങനെയാകുമ്പോൾ പിന്നെ നമുക്ക് തുണി മോശമാവാതെ നല്ല നൈറ്റി ആദ്യം തൊട്ട് തന്നെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സമയം കളയാതെ ആദ്യം തുടങ്ങാം. ഇപ്പോൾ ഈ തുണി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മടക്കി തുണി ഇങ്ങനെ നീളത്തിൽ ഇത് 3 മീറ്ററിൻ്റെ തുണിയാണ് വരുന്നത്, നൈറ്റി തുണിയായിട്ട് വരുന്നത്. പിന്നെ ഒരു 140-150 രൂപയ്ക്കൊക്കെ കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയാണ് മടക്കി വന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നര മടക്കി 4ആയിട്ട് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ മടക്ക് വന്ന ഭാഗത്താണ് നമ്മളിത് അടയാളപ്പെടുത്തണം. ഇതുകൊണ്ട് 2 സൈഡിലും മടക്ക് വന്ന ഭാഗത്താണ് മടക്കണേ. ഈ ഭാഗം ഓപ്പണായിട്ട് കിടക്കും. ഇത് നമ്മുടെ അടിഭാഗമാണ്, നൈറ്റിയുടെ അടിഭാഗമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കണം നോക്കാം. ഇതിനകത്ത് ഞാൻ ആദ്യം നൈറ്റിയുടെ നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് നെക്കാണ് അടയാളപ്പെടുത്തുന്നത്. ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ അതിന് ഞാനൊരു നെക്കിൻ്റെ ഇറക്കം ഞാനൊരു 6 ഇഞ്ച് എടുത്തു. വീതി ഞാൻ എടുക്കുന്ന ഒരു 3 ആണ്. അപ്പോൾ നമുക്കിനി ഇതൊരു ബോക്സായിട്ട് വരയ്ക്കാം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലൊരു ബോക്സായിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് നീളം കൂടിയ ഭാഗത്ത് ഇറക്കം എന്ന ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ച് ഒരു മാർക്ക് കൊടുക്കാം. 1/2 ഇഞ്ച് മാർക്ക് കൊടുത്തിട്ട് അത് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ഇങ്ങനെ വരയ്ക്കുക. വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് ഒന്നും തയ്യലറിയാൻ പാടില്ലാത്തവർക്കും തയ്ക്കാൻ പാകത്തിന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ കഴുത്ത് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് ഷോൾഡറാണ്. ഇപ്പോൾ ഷോൾഡർ ഞാനിതിപ്പോൾ ഒരു XXL സൈസാണ് അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ സൈസാണ് തയ്ക്കണമെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച്, ഒരു 7 ഇഞ്ച്, 6 ഇഞ്ച് ഒക്കെ മതിയാവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ XL സൈസൊക്കെ ആണെങ്കിൽ ഒരു 7.5 എടുത്താൽ മതിയാവും. ഇപ്പം ഞാനിവിടെ 44 വലിയ സൈസാണ് XXL വയ്ക്കണ കാരണമാണ് 8 ഇഞ്ച് എടുത്താക്കണേ. അല്ലെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ കുറച്ച് ടൈറ്റായിട്ട് വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് സെയിം തന്നെ 8 ഇഞ്ചാണ്. ഇതിൻ്റെ കൊടുത്തിട്ട് ഞാനൊരു 1/2 ഇഞ്ച് കൂട്ടി തയ്ക്കാനായിട്ടുള്ള സ്ലീവ് അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. തയ്ക്കാനുള്ള പോയിൻ്റ് കൂടി ഇതിവിടെ 8 ഇഞ്ച്, ഇവിടെ 8 ഇഞ്ച്, ഇത് 1/2 ഇഞ്ചോടെ കൂട്ടി 8.5 ഇഞ്ച്. അത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാനായിട്ടാണ് ഇടുന്നത്. ഇനി നമുക്കിവിടെ നമുക്കിനി യോക്ക് അടയാളപ്പെടുത്താം. യോക്ക് ഞാനിവിടെ ഒരു 10 ഇഞ്ചാണ് കൊടുക്കണേ. ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചാണ്. ഹൈറ്റ് കൂടിയവർക്ക് 10.5 കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 10 കൊടുത്തപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഞാൻ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി 10.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 10.5 ഇഞ്ച്, ഈ സൈഡിൽ 10 ഇഞ്ച്. ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. നമ്മുടെ അളവിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് സ്ലീവ് തയ്ക്കാനുള്ള ഇതും കൂടെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഒരു 1 ഇഞ്ചോടെ കൂടുതൽ കൊടുക്കണം. എനിക്കിതിപ്പോൾ 40 ആവണം. 40 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ 10 വന്നു. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ 1 ഇഞ്ച് കൂടുതലിട്ടു. അപ്പോൾ ഇതിൻ്റെ കൊടുത്ത് ഒരു 1.5 ഇഞ്ചോടെ കൂടുതലിടണം. അപ്പോൾ ഞാനിവിടെ ഒരു 11.5 ഇടണത്. അപ്പം നമുക്കിതിവിടെ ഒരു 11.5 എടുക്കാം. ഞാനൊരു 11.5 കൊടുത്തു. അപ്പം ഇവിടെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ താഴോട്ട് വരയ്ക്കണേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ വരച്ചതിനേക്കാളും ഒരു 1.5 ഇഞ്ചോടെ കൂടുതൽ വരയ്ക്കണം.
ഇപ്പോൾ ഷോൾഡർ നമ്മളിവിടെ 8.5 വരച്ചത്. അപ്പോൾ നമ്മളിവിടെ 8.5 + 1 ഒരു 10 ഇഞ്ച് കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. നമ്മളിത് വരച്ച് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. ഇനി നമ്മളിവിടെ ഈ സൈഡിൽ നമ്മുടെ ഇതിൻ്റെ കൈയുടെ വണ്ണാണ് വരയ്ക്കണത്. ഇതാണ് നമ്മുടെ കൈയുടെ പാർട്ടായിട്ട് വരണത്. ഇത് നമ്മുടെ കൈയുടെ പാർട്ടാണ്. അപ്പം നമ്മളിതിലാണ് നമ്മൾ കൈ വെട്ടണേ. അപ്പോൾ നമ്മുടെ കൈയുടെ വീതി ഞാനിവിടെ 6 ഇഞ്ച് ആക്കണേ. അപ്പോൾ ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി 8 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ അടയാളപ്പെടുത്തലുകളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി. യോജിപ്പിച്ചാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനും നമ്മൾ ഈ യോക്ക് അടയാളപ്പെടുത്തിയ ആ ലൈനും ഈ സൈഡിലെ ലൈനും കൂടെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മളിതിനെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇത് നമുക്ക് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇവിടെ ഈ 3 ഇഞ്ചല്ലേ വരച്ച അടയാളപ്പെടുത്തിയാണ് നമ്മൾ നെക്ക്. ആ 3 ഇഞ്ച് തന്നെയാണ് ഇവിടെയും വരേണ്ടത്. ഇവിടെ 3 ഇഞ്ച് വെച്ച് നമുക്കിവിടെ ഇതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. ഇപ്പോൾ താഴോട്ട് നമ്മൾ ലൈൻ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് നമുക്കൊരു 1.5 ഇഞ്ച് വരയ്ക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് വരച്ചു. ഇനി ഇവിടുന്ന് ഈ മുകളിൽ കഴുത്ത് അടയാളപ്പെടുത്തിയേക്കണ അടുത്തുനിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം. ഇങ്ങനെ വരച്ചു. ഇനി നമുക്കിത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് എത്രയാണോ വന്നെ ഇതിങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഇതിവിടെ 3.5 ഇഞ്ചാണ് വന്നേക്കണേ. അപ്പം നമുക്ക് ഇതേലിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കി ഇതിൽ കൊണ്ടുവന്ന് മുട്ടിക്കണം. ഇതിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ വരും. എന്താ ചെറിയൊരു കയറായിട്ട് ഇങ്ങനെ വന്ന് ഇതിൽ മുട്ടും. ഇനി നമുക്ക് ഇതും ഷോൾഡറും നമ്മുടെ ചെസ്റ്റിൻ്റെ ലൈനും കൂടെ നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. പിന്നെ ഇവിടെ നമ്മൾ കൈയുടെ വണ്ണം അതുമായിട്ട് കൂട്ടി യോജിപ്പിക്കണം. പിന്നെ ഇത് നമ്മുടെ ഈ അളവ് ഈ ഷോൾഡറും ചെസ്റ്റും കൂടെ ഉള്ള അളവ് എത്രയാണെന്ന് നോക്കണം. ഇതിപ്പോൾ ഒരു 4 ഇഞ്ചുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ സ്കെയില് ഈ ലൈനിൽ വെക്കണം. ഈ ലൈനിൽ വെച്ചിട്ട് എവിടെയാണോ 4 ഇഞ്ച് വരണേ അവിടെ നമുക്കൊരു ഇത് വരയ്ക്കണം. ഇപ്പോൾ ഇവിടെയാണോ നോക്കണം. അപ്പോൾ നമ്മൾ താഴോട്ടൊരു ലൈൻ ഇട്ടു. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ, സിമ്പിളായി. ഇവിടെ കട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ താഴോട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ താഴോട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം.
കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നെക്ക്. സിമ്പിളാണ്, ഇത്ര സിമ്പിളായിട്ടുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാം. ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാം.